അതിസ്വർഗമെന്നോ ആണെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള കാൽവരി മൗണ്ടിലാണ്. അതിൻ്റെ ടോപ്പിൽ നമ്മൾ കുരിശുമലയിലേക്ക് വരുന്ന ആ ടോപ്പിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. എത്ര ഭംഗിയാണ്. എനിക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങും തോറും എത്രത്തോളം സുന്ദരിയാണ് പ്രകൃതി എന്ന് നമുക്ക് തോന്നിപ്പോവും. അതിനെ അനുസ്മരിപ്പിക്കും വിധമാണത്. ഇത് നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളും ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ്. നല്ലൊരു ഏരിയ തന്നെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത്ര മനോഹരമാണെന്ന് നോക്കിയ കൂട്ടുകാരെ. ഇത് ക്യാമറ കണ്ണുകളിലൂടെ എത്രത്തോളം ഒപ്പിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി അത് തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ കുറവാണ്. ഇന്ന് വന്നപ്പോൾ വളരെ കുറവാണ്. കാരണം എല്ലാവരുടെയും ഈ സാമ്പത്തിക മാന്ദ്യം എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലുള്ള ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആയതുകൊണ്ടാകാം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് പോലും ആളുകളെ ഇവിടെ കാണുന്നില്ല. കാരണം ഇത്ര ഭംഗിയാണെന്നുള്ളത്, കാരണം ഭൂമിയിലെ ഒരു സ്വർഗമെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് മനോഹരിത നിറയ്ക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു കാൽവരി മൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിലൊക്കെ പോയി, പാർക്കിലും നിറയെ ആളുകളുണ്ട്. നിറയെന്ന് വേണം പറയാൻ പറ്റില്ല, കാരണം അത്യാവശ്യം ആളുകൾ എന്ന് പറഞ്ഞായിരിക്കും ശരി കുറച്ചുകൂടെ. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു മനസ്സ് നിറഞ്ഞ് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഈ മുമ്പോട്ട് പോകുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരുപാട് നടപ്പ് വഴികൾ ഈ കാൽവരി മൗണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു മലകൾ ചെരുവിൽ നമുക്ക് ഉണ്ട്. അതിലെല്ലാം നടന്ന് നമുക്ക് കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് നടന്ന് കാണാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പം ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് അടുത്ത കുരിശുമലയിലേക്ക് പോകണം. അപ്പോൾ ആ കുരിശുമലയിലേക്ക് കയറി എൻ്റെ ടോപ്പിൽ വന്നപ്പോഴാണ് അപ്പോൾ തേയിലയൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന ഒരു സൈഡ് കണ്ടു. ഞാൻ ഈ പോതമേടുകളിലൊക്കെ കയറി ആണ് മുകളിലോട്ട് പോകുന്നത്. നല്ല രസമുണ്ട്, നല്ലൊരു എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കട്ടപ്പന വന്നു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. ഇതിനു വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതല്ല. നമ്മുടെ ഒരു കസിൻ അനിയനൊന്ന് PSC എക്സാം ഉണ്ടായിരുന്നു. അവനെ അവിടെ എക്സാം സെൻറ്ററിൽ വിട്ടിട്ട് ബാക്കി ടൈം ഞാനവിടെ വെറുതെ ഇരിക്കണമല്ലോ എന്ന് കരുതിയാണ് അടുത്തുള്ള ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നത്. അപ്പോൾ ഈ കട്ടപ്പനയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററേ ഉള്ളൂ ഈ കാൽവരി മൗണ്ട് എന്ന് പറഞ്ഞ ഈ മനോഹരമായ സ്ഥലത്തേക്ക്. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ എൻട്രൻസിൽ ഫീസ് അടയ്ക്കണം. ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ മലകളും ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുക. പെർ ഹെഡ് നമുക്ക് 25 രൂപയും 2 വീലർ അതുപോലെ തന്നെ 4 വീലറിനൊക്കെ പ്രത്യേകം ചാർജുണ്ട്. ഞാൻ 2 വീലറാണ് വന്നത്, അതിന് 10 രൂപയായിരുന്നു. ഇനി ക്യാമറയായിട്ട് ഷൂട്ടിന് കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 500 രൂപ കൊടുക്കണം. അതുപോലെ തന്നെ റിസോർട്ടുകളൊക്കെ ഇതിനകത്തുണ്ട്. ഫാമിലിയായിട്ട് താമസിക്കണമെങ്കിലും അതിനുള്ളൊരു ബഡ്ജറ്റുണ്ട്. അങ്ങനെ ഏറെ ഭംഗിയുള്ള ഈ കാൽവരി മൗണ്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ യാത്ര തിരിക്കുകയാണ്. ഇതിൻ്റെ നല്ല മനോഹരിതമായ കാഴ്ചകളൊക്കെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ചു. നിങ്ങളും വന്ന് ആസ്വദിക്കണം. അപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വരണം, എങ്കിലേ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മനോഹര കാഴ്ചയും കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്ളോഗിൽ നിന്നും വിട പറയാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.